നാഗർകോവിലുള്ള നാഗരാജ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഈ നഗരത്തിന് നാഗർകോവിൽ എന്ന പേര് വരുവാൻ കാരണമായത്. ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പണ്ടുകാലത്ത് പാടത്ത് പുല്ലരിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ അരിവാളിൽ രക്തക്കറ പുരണ്ടതായി കണ്ട് അവർ നോക്കുമ്പോൾ തലയേറ്റ പഞ്ചനാഗത്തെ കാണുകയും ഇത് കണ്ട് ഭയന്നോടിയ സ്ത്രീ അടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് വിവരം ബോധിപ്പിക്കുകയും ചെയ്തു. ഓടിവന്ന ഗ്രാമവാസികൾ പഞ്ചനാഗത്തെ കണ്ട സ്ഥലത്ത് പഞ്ചനാഗത്തിന്റെ ഒരു വിഗ്രഹത്തെ കാണുകയും പിൽക്കാലത്ത് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തന്നെ ബാധിച്ച ത്വക്കുരോഗം മാറുന്നതിനേക്കായി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അദ്ദേഹത്തിന്റെ ത്വക്കുരോഗം പൂർണ്ണമായി ഭേദപ്പെടുകയും ചെയ്തു. അതിൽ സന്തുഷ്ടനായ മഹാരാജാവ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രനിർമ്മാണ സമയത്ത് മഹാരാജാവിന് പഞ്ചനാഗത്തെ സ്വപ്നദർശനമുണ്ടാകുകയും പഞ്ചനാഗം തനിക്ക് ഓല കെട്ടിയ മേൽക്കൂരയാണ് കൂടുതൽ അഭികാമ്യമെന്ന് മഹാരാജാവിനെ അറിയിക്കുകയും ചെയ്തു. ഇതിൻപ്രകാരം ഓലയും മുളയും കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയാണ് പഞ്ചനാഗ പ്രതിഷ്ഠയുടെ മുകൾ ഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടുകാലത്ത് നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലമായതിനാലാവാം പ്രധാന പ്രതിഷ്ഠയുടെ ഭാഗത്ത് എല്ലാ സമയവും ജലാംശവും മൺപുറ്റും കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ മൺപുറ്റ് 6 മാസം വെളുത്ത നിറമായും 6 മാസം കറുത്ത നിറമായും കാണപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ ക്ഷേത്രത്തിലെ പ്രസാദത്തോടൊപ്പം നനഞ്ഞ മൺപുറ്റും പ്രസാദമായി നൽകി വരുന്നു. ത്വക്കുരോഗ നിവാരണത്തിന് ഈ മൺപുറ്റ് വളരെയധികം ഉത്തമമാണ്. നിങ്ങളുടെ രാഹുദോഷം മാറുന്നതിലേക്കായി ഭക്തജനങ്ങൾ ഈ നാഗവിഗ്രഹങ്ങളിൽ പാലഭിഷേകവും മഞ്ഞളഭിഷേകവും ചെയ്യുക പതിവാണ്. പ്രധാന പ്രതിഷ്ഠയായ നാഗരാജാവിന് പുറമെ ഉപദേവതകളായി ശിവന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഗണപതിയുടെയും ദേവിയുടെയും പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നു.